മലപ്പുറം പോലുള്ള ഒരു സെൻസേഷണൽ ആയിട്ടുള്ള ജില്ലയിൽ വർഗീയപരമായിട്ട് വലിയൊരു കലാപത്തിന് വേണ്ടിയിട്ട് കൂട്ടുകൂട്ടിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഇവർ. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. പാലസ്തീന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു ജനതയെ കൂടെ നിർത്തിക്കൊണ്ട് റീച്ച് കൂട്ടുക. അപ്പൊ റീച്ചിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് ശരിയല്ല. അവരെ സപ്പോർട്ട് ചെയ്ത ഷാജഹാൻ എന്ന് പറഞ്ഞ മറ്റൊരാൾ, ഈ ഷാജഹാനെ അറിയത്ത പോലും ആരാണെന്ന് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ ഞാൻ കേസിലൊന്നും പോകത്തില്ല. കാരണം കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? പക്ഷെ ആ പയ്യൻ ചെയ്തത് സത്യസന്ധമായി പറഞ്ഞ നിയമപരമായിട്ട് വലിയ ശിക്ഷയ്ക്ക് അർഹമാവുന്ന കാര്യമാണ്. നിന്റെ ഇവിടുത്തെ പണി ഞാൻ ഇന്നത്തോടെ നിർത്തി തരാടാ. ബഹുമാനപ്പെട്ട കേരള പോലീസ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ സ്വമേധയാ എഫ്ഐആർ ഇട്ടിട്ട് ഈ രണ്ടുപേരെയും സർ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. കാരണം എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് നാല് പൊട്ടിക്കണം. അപ്പൊ ആദ്യം തന്നെ ഞാൻ എല്ലായിടത്തും മാപ്പ് ചോദിക്കാണ്. ഈ ഒരു വിഷയങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതെന്ത് മാപ്പ്? ഒരു സെന്റൻസ് എങ്കിലും വേണ്ടേ? നല്ല സൈലൻസ് ആയിട്ട് പറഞ്ഞു കൊടുക്കടാ. കുറെ ബാഡ് നെയിം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റണമെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ചെയ്തിട്ടുള്ള ഒരു ഡ്രാമയായിരുന്നു. ഏതായാലും പൗലോച്ചായനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ചവെച്ചത്. എനിക്ക് എന്റെ സിറ്റുവേഷൻ ഇപ്പൊ അങ്ങനെയാണ്. എനിക്ക് കഴിയുന്നില്ല ഒന്നിനും. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കുറച്ചേരാ പുഴയിലേക്ക് നോക്കിന്നോ.